ഇച്ചായ ഫോൺ അവള് തന്നെ അനുരാധ. ഇവളെന്തിനാണ് എപ്പോഴും ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത്? എന്തെങ്കിലും അത്യാവശ്യം കാണും ഹോസ്പിറ്റലില്. എന്തത്യാവശ്യം? ഈ സമയത്താ? മണി 8 ഉള്ളൂ. ഇനി നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരല്ലേ, അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടാവും. എന്റെ ഇച്ചായ, രാവിലെ 9:30 തൊട്ട് വൈകിട്ട് 5 മണി വരെ നിങ്ങൾ ഒരുമിച്ചാണ്. അപ്പൊ ഇഷ്ടം പോലെ വർത്താനം പറയുന്നുണ്ട്. പിന്നെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഫോൺ ചെയ്യുന്നത് എന്തിനാന്ന്? എന്തെങ്കിലും അത്യാവശ്യം കാണുമെന്ന് പറഞ്ഞില്ലേ? ആ അത്യാവശ്യം ഇവിടെ നടക്കത്തില്ലെന്നാണ് ഞാൻ പറയുന്നത്. ഹോസ്പിറ്റലിലെ കാര്യം ഹോസ്പിറ്റലിൽ വെച്ച് തീർത്തോണം, അല്ലാതെ വീട്ടിൽ വന്നിട്ട് പിന്നെ ഫോണിൽ കൂടെ പഞ്ചാര അടിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അതെ, എനിക്ക് വയസ്സ് 65. എന്നെ കണ്ടാൽ ആരോഗ്യമില്ലാത്ത ഒരാളാണെന്ന് തോന്നുന്നു. മാഷിന് ഒരു ആരോഗ്യക്കുറവുമില്ല. ആരോഗ്യക്കുറവെന്നല്ല, സാധാരണ ആൾക്കാരെക്കാൾ കൂടുതൽ ആരോഗ്യം എനിക്കുണ്ട്. അടിച്ച് പല്ല് ഞാൻ താഴെയിടും. ഞാനേ ഈ നാട്ടിൽ ജനിച്ചു വളർന്നവനാണ്. എന്റെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ട്. എന്നോടാ അഭ്യാസം ഇറക്കുന്നത്. ചീത്തയാണെങ്കിൽ ലംബോരം മാഷ് മഹാ ചീത്തയാ. ഞാൻ എല്ലാത്തിനെയും മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചൊരു കേസും പറയും. മാഷ എന്താ സംഭവം? എന്താ ഇതേ പെശകാണെങ്കിൽ ഈ മാഷ് മഹാ പെശക. ഞാനിപ്പൊ ഈ കൊടയുമായി വന്നേ ഉള്ളൂ. അടുത്ത പ്രാവശ്യം ഞാൻ വരുന്നത് വടിവാള് പാട്ടായിരിക്കും. എനിക്ക് അതിനൊരു മടിയില്ല. എന്നാ തന്നെ വടിവാള് എടുത്തോണ്ട് വാടോ. താൻ വീട് വാടക നിർത്തി താൻ ഈ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തലുണ്ടല്ലോ. പ്രായമാണെന്ന് നോക്കില്ല, തന്റെ തലമണ്ടല്ലോ അടിച്ച് പൊട്ടിച്ചിട്ട് പട്ടി കഴിഞ്ഞു കൊടുക്കും ഞാൻ. മിണ്ടടിക്ക. വീട്ടിൽ വലിഞ്ഞു കയറി വന്നിട്ട് ഇയാള് പറഞ്ഞ തോന്നിയ സ്ഥലം നമ്മൾ നിന്ന് കേൾക്കണോ? വിടാൻ ഞാൻ ആരെന്നടന്നു എന്റെ വിചാരം? തന്റെ കയ്യിലെ പൂത്ത കുറെ പൈസ ഉണ്ടാവും. അതിലും കൂടുതൽ പൈസ എന്റെ അപ്പച്ചന്റെ കയ്യിലുണ്ട്. എന്റെ അപ്പച്ചനോട് തന്റെ കാര്യം പറഞ്ഞാലുണ്ടല്ലോ, കോട്ടയത്ത് നല്ല കൊട്ടേഷൻ പിള്ളേർ ഇങ്ങോട്ട് വന്നിട്ട് തന്റെ തലയിടില്ലേ ഇച്ച വിടിച്ച തല വെട്ടിക്കളയും. നോക്കിയോ? ആലീസ്, ഞാൻ ആലീസിന്റെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ അനുരാധയുടെ കാര്യമാ. ആരുടെ കാര്യം? അനുരാധ. ആരുടെ കാര്യം? അനുരാധ. കാള പെറ്റൂന്ന് കേൾക്കുമ്പോ കയറെടുക്കരുതെന്ന് പറയുന്നത് ഇതിനെയാണ്. എന്താ മാഷ സംഭവം? ആ വീട്ടിനടുത്തുള്ള എല്ലാവർക്കും ഇവരെ കുറിച്ച് ഭയങ്കര പരാതിയാ. മാഷ് പറഞ്ഞത് കേട്ടില്ല, കുറച്ചുകൂടെ ഒന്ന് ശബ്ദത്തിൽ പറയാമോ? എന്താന്ന്? ശബ്ദത്തിൽ പറയാമോ? ആ വീട്ടിനടുത്തുള്ള എല്ലാവർക്കും ഇവരെ കുറിച്ച് ഭയങ്കര പരാതിയാണെന്ന്. ഇവളും ആ വക്കീൽ എന്ന് പറയുന്ന പെണ്ണും കൂടി രാത്രി പാട്ടും ഡാൻസുമാണ്. പെൺകുട്ടികൾ ഇങ്ങനെ തുടങ്ങിയാൽ എന്ത് ചെയ്യും? മാഷ അത് ഇവിടെ വന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? പിന്നെ ഞാനിത് ഇവിടെ പോയി പറയാനാണ്. ഡോക്ടർ അവളുടെ മേലുദ്യോഗസ്ഥനല്ലേ. ഡോക്ടർ പറഞ്ഞാൽ എന്താ? ഡോക്ടർ പറഞ്ഞാൽ അവള് കേൾക്കും. മാഷേ, ഇച്ചായ മൃഗ ഡോക്ടറാ. ഇച്ചായന് മൃഗങ്ങളെ മാത്രം ഉപദേശിച്ചേ ശീലമുള്ളു. അവള് മൃഗത്തെക്കാൾ കഷ്ടമാണ്. ഡോക്ടർ, എന്റെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു കഴിഞ്ഞു. ഞാൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുന്നതിന് മുമ്പ് ഡോക്ടർ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. ആശുപത്രിയിൽ അവളെ വേണമെന്നുണ്ടെങ്കിൽ അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് ഡോക്ടർക്ക് നല്ലത്. മാഷ അവളെ എന്ത് ചെയ്താലും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. അവള് ഹോസ്പിറ്റലിൽ നിന്ന് പോയാൽ വേറെ നല്ല ആളുകൾ വരും, അത്ര തന്നെ. ആ വീട്ടിൽ വേറൊരു സ്ത്രീ ഉണ്ടല്ലോ, അംബിക. ഇവർക്കൊക്കെ അവരെ കണ്ട് പഠിച്ചാൽ എന്താണ്? എന്റെ അടുത്ത് ചോദിച്ചാ ഞാൻ എന്ത് പറയാൻ? മാഷെ ഒന്നും പറയാനില്ല നിൽക്കുന്നു. ഞാൻ പറഞ്ഞോളാം. അല്ല പിന്നെ എന്ത് പറയുന്നു? എന്താ പരിപാടി? ചായ കുടിക്കാൻ? ചായ ഞാൻ ഇട്ടാലേ കുടിക്കാൻ പറ്റത്തുള്ളൂ. അത്രേ ഉള്ളൂ. ആദ്യം ഞാൻ ഈ ചോദിക്കുന്നതിന് മറുപടി ഇതാ. അത് എന്നാന്ന് വെച്ചാലേ, നമ്മൾ ഈ ഓഫീസ് കാര്യങ്ങൾ ഓഫീസിൽ തന്നെ സംസാരിക്കണമെന്നാണ് ആലിസ് പറയുന്നത്. ജോലി കാര്യം ജോലി സ്ഥലത്താണല്ലോ എന്നാണ് ആലിസിന്റെ വാദം. അതിന് ജോലിക്കാര്യം പറയാൻ ആര് വിളിച്ചു? പിന്നെന്തിനാ? ഞാൻ നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കാലോ എന്ന് വിചാരിച്ചു. രാജൻ സാറ് വിളിച്ചായിരുന്നേ. എന്ത് പറ്റി? പശുവിന് വീണ്ടും അസുഖം കൂടിയേക്കുക, എണീറ്റിരിക്കാൻ വയ്യ, അല്ലെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനെന്ന് പറഞ്ഞ അങ്ങോട്ടൊന്ന് പോകാൻ എന്തെങ്കിലും പോകും. അതിപ്പോ ഞാൻ സാറിന്റെ അങ്ങോട്ട് ചെന്നേക്കാന്ന് പറഞ്ഞേരെ. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് ലംബോദരൻ ബഹളത്തിന്റെ കേസ്. അനുരാധയോട് എനിക്ക് പറയാനുള്ളത്, അദ്ദേഹത്തെ അങ്ങനെ പ്രകോപിപ്പിക്കരുതേ. പ്രകോപിപ്പിച്ചാൽ അദ്ദേഹം എന്ത് ചെയ്യും നമുക്ക് പറയാൻ പറ്റത്തില്ല. അയാൾ എന്താ ചെയ്യാൻ പോകുന്നത് അയാൾക്ക് അറിയില്ലായിരിക്കും. പക്ഷെ ഞാൻ എന്താ ചെയ്യാൻ പോകണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഡോക്ടർ ഈ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കിക്കാന്ന് കേട്ടിട്ടുണ്ടോ? എൻ്റെ പൊന്ന് എൻ്റെ അത് ജോലി ചെയ്യുന്നത് വെറ്റിനറി ഹോസ്പിറ്റലില്ല. ഇവിടെ ഇരുന്നോണ്ട് കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷം ഇറക്കുന്നൊന്നും പറയല്ലേ, മണ്ടത്തരവാ. എന്തെങ്കിലും ആവട്ടെ, ഞാൻ ഈ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിക്കും. ഡോക്ടർ നോക്കിക്കോ. ഓ എന്നാ പിന്നെ ചെന്നാട്ടെ. പോന്നില്ലേ? പോവല്ല, പോ. രണ്ടെണ്ണത്തിന് എനിക്ക് കിട്ടിയിട്ടുണ്ട്, നല്ല ബെസ്റ്റ് ടീം. ഇത് കലക്കി കൊടുത്താലോ? ചത്തോ?
ഹലോ, ഞാനാ മാഷെ അംബിക. മനസ്സിലായി, പറഞ്ഞോളൂ. ഞാനൊന്ന് നാട്ടിൽ പോവാ. എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? ഇല്ല, അവിടെ ചെന്നിട്ട് അമ്പലത്തിൽ ഒരു വഴിപാട് കഴിക്കാനുണ്ടായിരുന്നു. ഇങ്ങനെ വഴിപാടായിട്ട് നടന്നാ മതിയോ? പോരാ, വേറെയും കാര്യങ്ങളുണ്ടല്ലോ. പിന്നെ എനിക്ക് മാഷിനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഒന്നുകൊണ്ടും പേടിക്കണ്ട, അംബിക ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഞാൻ എങ്ങനെയാ നേരിട്ട് പറയുന്നത്? മാഷ് എന്ത് വിചാരിക്കൂന്ന് ഓർക്കുമ്പോ. കുഴപ്പമില്ല. അല്ല, എന്നാലും ഒരു സ്ത്രീയായി ഞാൻ അങ്ങനെയൊക്കെ പറയുമ്പോ. കുഴപ്പമില്ല. അല്ലെങ്കിൽ വേണ്ട മാഷെ, ഞാനേ എനിക്ക് പറയാനുള്ളതെല്ലാം എഴുതി അനുരാധയുടെ കൈ കൊടുക്കാം. മാഷ് സൗകര്യം പോലെ വാങ്ങിച്ച് വായിച്ചാ മതി. അല്ല, ഇക്കാലത്ത് ലെറ്റർ ഒക്കെ എഴുതുന്നവരുണ്ടോ? അല്ല, ഈ പറയാൻ പ്രയാസമുള്ള കാര്യമായതുകൊണ്ടാ മാഷെ. ആ, അത് കുഴപ്പമില്ല, അവരുടെ കൈ കൊടുത്തോളൂ. പിന്നൊരു കാര്യം, അവർ ലെറ്റർ തുറന്ന് വായിക്കരുന്ന് അവരോട് പ്രത്യേകം പറയണം. എന്നാ ശരി മാഷെ, വന്നിട്ട് കാണാം. ഇത് മതി, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. സത്യം പറ, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഒന്നുമില്ല ചേച്ചി, ഇനി മാഷ് വിളിച്ചാലും ചേച്ചി ഫോൺ എടുക്കാതിരുന്നാ മതി. എന്റെ നാരായണ. അംബികേ. ഓ, ഞാൻ വില്ലേജ് ഓഫീസിൽ പോയിരുന്നു. അപ്പൊ അംബിക ലീവാണെന്ന് പറഞ്ഞു. എന്താ, സുഖമില്ലേ? ഞാൻ ഇന്ന് വ്രതമല്ലേ. വ്രത ദിവസങ്ങളിൽ ഞാൻ വില്ലേജ് ഓഫീസിൽ പോവാറില്ല. ഈശ്വരാ, ഞങ്ങളുടെ മാഷിന് നല്ലത് മാത്രം വരുത്തണേ. ആയുസ്സും ആരോഗ്യം കൊടുക്കണേ. നമോ നാരായണായ. ഈയിടെയായിട്ട് അംബിക ചേച്ചി പ്രാർത്ഥിക്കുന്നത് മൊത്തം മാഷിന് വേണ്ടിട്ടാ. ഈയിടെയായിട്ടേ അംബിക ചേച്ചിയുടെ പ്രാർത്ഥനയിലൊക്കെ മാഷിന്റെ പേര് വരും. ഞാൻ വല്ല ഇടിവെട്ടിയോ പാമ്പ് കടിച്ചോ ചാകണമെന്നായിരിക്കും. അയ്യോ, അങ്ങനെ അല്ലെന്നേ. ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ശ്രദ്ധിച്ചതാ. നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാൻ എനിക്കല്പം ബുദ്ധിമുട്ടുണ്ട്. അയ്യോ, മാഷ് വിശ്വസിക്കണം. ഇതുപോലൊരു അനുഭവമേ കഴിഞ്ഞ ദിവസം എനിക്കും ഉണ്ടായി. അംബിക ചേച്ചിയെ കുറ്റം പറയാൻ പറ്റില്ല. ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയിട്ടേ 5-6 വർഷമായില്ലേ. അപ്പൊ ഒറ്റയ്ക്ക് താമസിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് ചേച്ചിക്കേ അറിയൂ. കുട്ടികൾ ചില കാര്യങ്ങൾ പറഞ്ഞു, അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? എന്നിട്ടെന്തേ ഇതുവരെ എന്നോട് പറയായിരുന്നു? എങ്ങനെ പറയും അല്ലേ? ഞാൻ ഇതുവരെ ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല. ഇനി ആലോചിക്കണം. ഈശ്വരന്റെ ഓരോരോ നിശ്ചയങ്ങളെ. അപ്പൊ മാഷേ, ഇപ്പൊ നടന്നത് ഒരു പെണ്ണ് കാണലാണ്. അപ്പൊ ഇനി എന്തുവാ പരിപാടി? ഒന്നൊക്കെ ആലോചിക്കണം. നീയല്ലേ പറഞ്ഞത് ഫോൺ ചെയ്ത ഉടനെ മാഷ് ഓടിച്ചാടി ഇങ്ങോട്ട് വരുമെന്ന്. എന്നിട്ട് എവിടെ? എന്റെ സൂസനെ, നീ അയാൾക്ക് കുറച്ച് സമയം കൊടുക്ക്. നടന്നല്ലേ വരാൻ പറ്റുള്ളൂ. പ്രായമായ മനുഷ്യനല്ലേ, ഓടി വരാൻ പറ്റുമോ? അല്ല, ഒരു കാര്യം പറയാനുണ്ട്. പറയേണ്ടതെല്ലാം ഞാൻ കുട്ടികളടുത്ത് എഴുതി ഏൽപ്പിച്ചിട്ടുണ്ട്. മാഷ് ഉടനെ ആലോചിച്ചിട്ട് തീരുമാനം ഉണ്ടാക്കണം എന്നല്ലേ അംബിക ചേച്ചി എഴുതുന്നത്. അതിലെന്തിനാണ് അങ്ങനെ ഓടിച്ചാടി ഇങ്ങോട്ട് വരുന്നത്? സൂസന്നെ, ഈ ലംബോദരൻ മാഷിന്റെ മനസ്സിൽ നമ്മുടെ അംബിക ചേച്ചിയോടുള്ള പ്രേമം ഇങ്ങനെ വളർന്നു വളർന്നു വരുമല്ലേ. അപ്പൊ അംബിക ചേച്ചി വിളിച്ചാ വരാതിരിക്കോ? അപ്പൊ വരും, കാത്തിരുന്നോ. അങ്ങോട്ടൊക്കെ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ആ നടത്തത്തിൽ തന്നെയല്ലേ ഒരാക്രാന്തം. ഇങ്ങനെയൊക്കെയാണ് 60 വയസ്സെന്ന് പറഞ്ഞത്. മൈൻഡ്. ആഹാ, വന്നോ? ഞങ്ങള് മാഷിനെ കാത്തിരിക്കുവായിരുന്നു. എന്താ താമസിച്ചേ? താമസിച്ചില്ലല്ലോ, വിളിച്ചു പറഞ്ഞ ഞാൻ വന്നില്ലേ. കത്തെവിടെ? മാഷ അകത്തേക്ക് വാ. അല്ല, ഞാൻ കേറി വാ മാഷെ. അകത്തോട്ട് കേറാമോ? ഞാൻ പറഞ്ഞിട്ടില്ലേ മാഷിനെ കയറാന്ന്. ബാ. ഓ, മാഷിരിക്കെ. എനിക്കധികം സമയമില്ല. ആ കത്ത് വാങ്ങിക്കണം, ഉടനെ പോണം. പോവാം മാഷേ. അതിനു മുന്നേ ഞങ്ങൾ പറയുന്നതും കൂടെ മാഷൊന്ന് കേക്ക്. ഒന്നുമില്ലെങ്കിലും മാഷിന് വേണ്ടിയിട്ട് അംബിക ചേച്ചി തന്ന കത്ത് തുറന്നു വായിക്കാതെ സൂക്ഷിച്ചവരല്ലേ ഞങ്ങള്. അല്ലെങ്കിലും മറ്റുള്ളവരുടെ കത്ത് തുറന്നു വായിക്കുന്നത് അത്ര മര്യാദയായ പരിപാടിയല്ല. അത് മാത്രമൊന്നും അല്ല, ആ കത്ത് തുറന്നു നോക്കരുതെന്ന് അംബിക ചേച്ചി പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നന്നായി.
ആട്ടെ, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? മാഷേ, ഉം. ഇന്ന് രാവിലെ ഡോക്ടറിന്റെ വീട്ടിൽ ചെന്നിട്ട് മാഷ് എന്നെ പറ്റി എന്താ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞത് എന്താണെന്ന് ഞാൻ അറിയുകയും ചെയ്തു. എന്തിനാ മാഷെ ഇങ്ങനെ എന്നെ ദ്രോഹിക്കുന്നേ? ഒന്നുമില്ലെങ്കിലും ഞാനും ഡോക്ടർ ഒരിടത്ത് വർക്ക് ചെയ്യുന്നവരല്ലേ. ഇത് കേൾക്കുമ്പോ ഡോക്ടർ എന്നെ പറ്റി എന്തോ വിചാരിക്കും? നിങ്ങൾ രണ്ടുപേരും ഒരിടത്ത് ജോലി ചെയ്യുന്നോണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പൊ പറഞ്ഞൊന്ന് മാഷ് സമ്മതിച്ചു. കഷ്ടമുണ്ട് മാഷെ. ഒന്നുമില്ലെങ്കിലും അനുരാധയ്ക്ക് മാഷിന്റെ മോളുടെ പ്രായം പോലും ഇല്ലല്ലോ. എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്നേ? അനുരാധയുടെ അച്ഛനേക്കാൾ പ്രായമുണ്ടെന്ന് അനുരാധയ്ക്ക് തോന്നിയില്ലല്ലോ. ശരി, ഞാൻ മാഷിനോട് എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. ഞാനും അങ്ങോട്ട് എന്തെങ്കിലും തെറ്റായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും ക്ഷമ ചോദിക്കുന്നു. എന്നോട് പറഞ്ഞതിനല്ലേ ക്ഷമ ചോദിക്കാൻ പറ്റൂ? ബാക്കിയുള്ളവരോട് എന്നെ പറ്റി പറഞ്ഞതിനോ? അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അത് പോരല്ലോ, അവരോട് എന്നെ പറ്റി പറഞ്ഞതൊക്കെ മാറ്റി പറയണ്ടേ? ഞാൻ വില പേശുവൊന്നും അല്ല മാഷെ, പക്ഷെ എനിക്ക് ചില വാശിയൊക്കെ ഉണ്ട്. രാവിലെ ഡോക്ടറെ വീട്ടിൽ പോയിട്ട് എന്നെ പറ്റി പറഞ്ഞതൊക്കെ മാഷി തിരുത്തി പറയണം. ഇല്ലെങ്കിൽ അംബിക ചേച്ചി തന്നാ കത്ത് ഞാൻ തരത്തില്ല, അത്ര തന്നെ. അതെന്ത് ന്യായം? കത്ത് തന്ന അംബികയില്ലേ? അംബികയെ പറ്റി ഞാൻ മോശമായൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ അംബിക ചേച്ചി കത്ത് കൊടുത്തത് അനുരാധയുടെ കയ്യിലല്ലേ. അപ്പൊ അവൾക്ക് അവളുടെ കാര്യം നോക്കണ്ടേ? മാഷേ, അവിടെ ചെന്ന് മാഷ് എന്നെ പറ്റി പറഞ്ഞതൊക്കെ തിരുത്തി പറയാതെ ആ കത്ത് ഞാൻ മാഷിന് തരില്ല. അതിന് അംബിക ചേച്ചിയുടെ അനുവാദമൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അംബിക ചേച്ചിയെ മാഷ് വിളിച്ചിട്ടും കാര്യമില്ല. അത് മാത്രമല്ല മാഷെ, മാഷ് അവിടെ പോയി അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞപ്പോ അത് അംബിക ചേച്ചിക്കും വിഷമമായി. അംബിക ചേച്ചി ഇങ്ങനെയല്ല മാഷിനെ കുറിച്ച് കരുതിയിരുന്നത്. അംബികയ്ക്കും അത് വിഷമായോ? പിന്നെ വിഷമാവില്ലേ? അംബിക ചേച്ചിയുടെ മനസ്സിൽ മാഷിന്റെ സ്ഥാനം എന്താന്നാ മാഷ് വിചാരിച്ചേ? ആഹാ, മാഷായിരുന്നാ? അല്ല, ഡോക്ടർ ഇല്ലേ? വിജയം വരാറായില്ലല്ലോ. അല്ല, രാവിലെ ഞാനിവിടെ വന്നിരുന്നല്ലോ. ആ, അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ചില കാര്യങ്ങൾ എനിക്ക് ഡോക്ടറോട് പറയാനുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായി. ഈ ചായൻ അനുരാധനെ ഉപദേശിച്ചോന്നറിയാനായിരിക്കും. ഒരിക്കലും ഇല്ല. നാട്ടിൽ കാണുന്ന പെമ്പിള്ളേരെ ഉപദേശിക്കലല്ല ഇച്ചായന്റെ പരിപാടി. ഇനി മാഷിന് അത്രക്ക് പ്രശ്നമാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടൊരു പരാതി കൊടുക്ക്. അവര് പ്രശ്നം പുഷ്പം പോലെ തീർത്തു തരും. അതല്ല അലീസെ, എനിക്കൊരു അബദ്ധം പറ്റിയതാ. ഞാൻ അവരോട് വാടക കൂട്ടി ചോദിച്ചിരുന്നു. അത് തരില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ദേഷ്യത്തിൽ ഞാൻ ഇവിടെ വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞതാ. സത്യത്തിൽ ഇന്നലെ രാത്രി അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. നല്ല അടക്കവും ഒതുക്കവും ഉള്ള കുട്ടികളാ അവര്. മാത്രവുമല്ല, ആ അംബിക എന്ന് പറയുന്ന സ്ത്രീ നല്ല അടക്കവും ഒതുക്കവും കുലീനത്വമുള്ള ഒരു സ്ത്രീയാ. അങ്ങനെയുള്ള ഒരു സ്ത്രീയുടെ കൂടെ താമസിക്കുമ്പോൾ അവരിങ്ങനെയൊക്കെ ചെയ്യൂ? മാഷ അങ്ങനെയൊന്നും പറയണ്ട. ഈ അനുരാധനെ പറ്റിട്ടെ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം അവള് നല്ല അഹങ്കാരിയാണെന്ന്. അതൊക്കെ ശത്രുക്കൾ പറഞ്ഞുണ്ടാക്കുന്നതാ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും ചെറിയ പ്രായത്തിൽ ഒരു സർക്കാർ ജോലി കിട്ടുക, അതിൽ മികവ് കാണിക്കുക എന്നൊക്കെ പറയുന്നത് നിസ്സാര കാര്യമാണോ? അത് അത്ര വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല മാഷെ. ഞാനൊന്നും മനസ്സ് വിചാരിച്ചിരുന്നെങ്കിലേ ഒരു ഗവൺമെന്റ് ജോലി പുഷ്പം പോലെ എന്റെ കയ്യിലിരുന്നേനെ. എനിക്കത് വേണ്ടായിരുന്നു. എനിക്ക് അതിന്റെ ആവശ്യവും ഇല്ല. പുറമേ കാണുമ്പോൾ അവളൊരു അഹങ്കാരിയാണെന്ന് തോന്നുമെങ്കിലും ഉള്ളുകൊണ്ട് പാവമാണ്. മാത്രവുമല്ല, കല്യാണം കഴിക്കാത്തൊരു കുട്ടി ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ഇത്ര തന്റെ ഇടമൊക്കെ കാണിക്കണ്ടേ? മാത്രവുമല്ല, ചുറ്റുമുള്ള ആണുങ്ങൾ മഹാ കുഴപ്പക്കാരാ. ആണോ? എന്നിട്ട് എന്റെ ഇച്ചാൻ അത്ര കുഴപ്പക്കാരനല്ലല്ലോ. ഡോക്ടറുടെ കാര്യം ശരിയാ, പക്ഷെ എല്ലാവരും അങ്ങനെയല്ല. എന്നിട്ട് ഇന്നലെ രാത്രി അവള് വെള്ളം ഒടിച്ച് പാട്ടും ഡാൻസും ഒക്കെ നടത്തി ആളുകളെ ബുദ്ധിമുട്ടിച്ചെന്ന് പറഞ്ഞതോ? മദ്യപിച്ചെന്ന് ഞാൻ പറഞ്ഞില്ല. അതില്ല, പക്ഷെ പാട്ടും ഡാൻസും കളിച്ചില്ലേ? അത് പിന്നെ അതൊരു ഭക്തിഗാനമായിരുന്നു. ഭക്തിഗാനോ? ഇതൊന്ന് പിടിച്ചേ. നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകമാരിതി നടുവിൽ ഞാൻ, ഈ നരകത്തീ നിന്നെ കരകേറ്റിയിടണം തിരുവൈക്കം വാഴും ശിവശംഭോ. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ആലീസ് ഒരു ഭക്തിഗാനം പാടൂ, മനസ്സ് ശാന്തമാകും. അല്ല, ആലീസ് അന്യ നാട്ടിൽ നിന്ന് വന്ന് താമസിക്കുന്ന ആളല്ലേ. ഇവിടെയാണെങ്കിൽ പരിചയക്കാരും ഇല്ല. ആലീസിന് പറ്റിയ കൂട്ട അനുരാധ. എനിക്ക് ആ കൂട്ട് വേണ്ട. അങ്ങനെ പറയല്ലേ ആലീസെ. ആലീസ് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകണം, അനുരാധ ഇങ്ങോട്ട് വരണം. അങ്ങനെയല്ലേ സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത്രയും തങ്കപ്പെട്ട സ്വഭാവമുള്ള അനുരാധയെ കുറിച്ച് രാവിലെ ഞാൻ അത്രയും പറഞ്ഞപ്പോ എന്റെ നെഞ്ച് നീറിപ്പോയി. അത് പറയാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നത്. പോട്ടെ. ഇതെന്ത് മറിമായും? ഇത്ര പെട്ടെന്ന് പോയിട്ട് വന്നോ? നടന്നല്ലേ പോയത്? ഓട്ടോയിലാണോ? ഓട്ടോയൊന്നും വിളിച്ചില്ല, നടന്നാ വന്നത്.
എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ ക്ഷീണിക്കത്തില്ല. അയ്യോ, എന്നാലും മാഷിനെ സമ്മതിക്കണം കേട്ടോ. മാഷിന്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക്, ഇവിടെ നിന്ന് നേരെ ഡോക്ടറെ അടുത്തേക്ക്, അവിടെ നിന്ന് ദാ വീണ്ടും ഇങ്ങോട്ടേക്ക്. ക്ഷീണിച്ചാണോ അല്ലേ? ഞാനേ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. വേണ്ട, അംബികയില്ലാത്ത സ്ഥിതിക്ക് എങ്ങനെയാ കുടിക്കുന്നത്? അവർ എന്ത് വിചാരിക്കും? ആ കത്തെവിടെ? സൂസന്റെ ആ കത്തം കൊടുത്തേ. ആ ആ ആ. ദാ കത്ത്. ഓ ശരി, എന്നാ പിന്നെ ഞാൻ പോട്ടെ. അല്ല, അത് തുറന്നു വായിക്കുന്നില്ലേ? ഇല്ല, ഞാനിത് വീട്ടിൽ കൊണ്ടുപോയി സ്വസ്ഥമായിട്ട് വായിച്ചോളാം. ആയിക്കോട്ടെ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇതാണ് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത്. ലംബോദരൻ ചേട്ടൻ ഒരു പണിയും ആവും, ആലീസിന്റെ മനസ്സിലെ കലിപ്പം തീരും. പൊളിച്ചു. പോ നോക്കിയേ. പ്രിയപ്പെട്ട ലംബോദരൻ മാഷേ, എങ്ങനെയാണ് മനസ്സിലുള്ളത് തുറന്നു പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ പറഞ്ഞല്ലേ പറ്റൂ, ഇല്ലെങ്കിൽ എല്ലാം മനസ്സിൽ കിടന്ന് വീർപ്പുമുട്ടും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാഷ് വാടക കൂട്ടിത്തരണം എന്ന് പറയുകയുണ്ടായിരുന്നല്ലോ. സത്യം പറയാലോ, ഇപ്പൊ തരുന്ന വാടക തന്നെ കൂടുതലാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് 10 പൈസ പോലും വാടക കൂടുതൽ തരില്ല. ഇത് മാഷിന്റെ മുഖത്ത് നോക്കി പറയാനുള്ള വിഷമം കൊണ്ടാണ് ഈ കത്ത് എഴുതുന്നത്. മേലിൽ വാടക കൂട്ടുന്ന കാര്യം പറഞ്ഞ് ഈ വീട്ടിൽ കയറി വന്ന കാല് തല്ലി ഓടിക്കണമെന്നാണ് അനുരാധയും സൂസനും പറയുന്നത്. പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്നവരാണ് അവർ. അതുകൊണ്ട് മാഷ് സൂക്ഷിക്കണം. സ്നേഹപൂർവം അംബിക. മാഷിന് നിറയെ ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ. എന്റെ അടുത്താ കളി. അനുരാധേ, എന്താ ലംബോദരൻ മാഷ് വിളിക്കുന്നു? പെട്ടെന്ന് വാ. നിനക്കുള്ളതാ. ഹലോ. ആ മാഷേ, എന്തൊരാശ്വാസമല്ലേ? നല്ല സംസ്കാരം.